23-ാമത്തെ പേജ്, രണ്ടാമത്തെ ലൈൻ. ഭാഷ്യത്തില് പശ്വാദിനാഞ്ച പ്രസിദ്ധോ അവിവേക പുരസ്സര. പുരസ്സര ശബ്ദം എന്താ അർത്ഥം? കാരണമായിക്കൊണ്ട്, അവിവേകം കാരണമായിക്കൊണ്ട് പ്രത്യക്ഷാദി വ്യവഹാര. പ്രത്യക്ഷ വ്യവഹാരം അല്ലാത്ത എന്ത് വ്യവഹാരം ഉള്ളത്? പ്രത്യക്ഷമല്ലാത്ത എന്തെങ്കിലും വ്യവഹാരം ഉണ്ടോ? പരോക്ഷ വ്യവഹാരം. പരോക്ഷ വ്യവഹാരം. എന്നാ അനുമാനാദി വ്യവഹാരം. പശുവാദീന പശു അനുമാനം നടത്തുവോ? നടത്തും. അതിന് ഹേതു സാധ്യം ഒക്കെ അറിയോ? നിങ്ങളുടെ തർക്കസംഗ്രഹം പഠിച്ചാലേ അനുമാനം നടത്തുന്നൊന്നും നിയമമൊന്നുമില്ല. ആരും അനുമാനം നടത്തും. പശ്വാദീനാഞ്ച പ്രസിദ്ധോ അവിവേക പുരസ്സര പ്രത്യക്ഷാദി വ്യവഹാര. ഇതെവിടെയാ പ്രസംഗം തുടങ്ങിയത്? ടീക തുടങ്ങി നോക്കിയോ, 1-ാം പങ്ക്തി മുതൽ. അസ്മാകം പ്രവൃത്തിരധ്യാസാദിതി ന പശ്വാദയോ ബ്രുവന്തി. പശ്വാദികളൊന്നും പറയുന്നില്ലല്ലോ ഞങ്ങളുടെ പ്രവൃത്തി അധ്യാസം കൊണ്ടാണെന്ന്. നാഭി പരേഷാം ഏതത് പ്രത്യക്ഷം. മറ്റുള്ളവർക്ക് അങ്ങനത്തെ ഒരു പ്രത്യക്ഷമില്ലല്ലോ. അവര് അനുമാനം നടത്തിയിട്ടാണ്, അധ്യാസം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. മറ്റാരും അറിയുന്നുമില്ല. അതഹ സാധ്യവികലോ ദൃഷ്ടാന്ത. സാധ്യത്തിന്റെ വികലത എന്ന് പറഞ്ഞാൽ സാധ്യം എന്താണ്? അധ്യാസം. പക്ഷം എന്താണ്? പക്ഷം ഏതാന്ന് പറയണെങ്കിൽ അനുമാനം എവിടെയാന്ന് കാണണ്ടല്ലേ? ഹനുമാനല്ല കേട്ടോ, അനുമാന പ്രയോഗം. അവയവാക്യ പ്രയോഗം നടത്തും. 22-ാമത്തെ പേജിൽ ടീക്കയും താഴേന്ന് 4-ാമത്തെ പങ്ക്തി കാണും. 4-3 നോക്കിയാൽ മതി. എവിടെയാണ്? 4-5. വിവേകനോ അധ്യാസവന്ത വ്യവഹാരവത്വാദ് പശ്വാദിപത്. ഇതായിരുന്നു ദൃഷ്ടാന്തം. സാധ്യവികലമാണ്, സാധ്യരഹിതമാണ് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അല്ല, പ്രസിദ്ധമാണ്, അവിവേക പുരസ്സരമാണ് പശ്വാദികളുടെ പോലും പ്രത്യക്ഷ വ്യവഹാരം എന്നുള്ളത്. ഇനി ടീക്ക നോക്കിയോ. തേഷാം ആത്മാനാത്മനോർ ജ്ഞാനമാത്രമസ്തി ന വിവേക. അവർക്കും ആത്മാനാത്മ വിവേകം ഉണ്ടല്ലോ അല്ലേ? ഇത് ഇത്രയും വസ്തുക്കൾ ചേതനങ്ങളാണെന്ന്, ഇത്രയും വസ്തുക്കൾ ജഡങ്ങളാണെന്നുള്ള വിവേകം പശുവിനില്ലേ? ആത്മാന്ന് പറയാ സ്വ ജ്ഞാനം എന്നേ അർത്ഥമുള്ളൂ. അനാത്മാന്ന് പറയാ പരൻ എന്നർത്ഥം. ആത്മാനാത്മനോർ ജ്ഞാനമാത്രമസ്തി. ഞാനെന്നും പരനെന്നുള്ള ബോധമുണ്ട്, അല്ലാതെ വിവേകമൊന്നുമില്ല. എങ്ങനെ? ആത്മാനാത്മ വിവേകമൊന്നും ഇവിടെ ഇല്ല. അതെന്തുകൊണ്ടാ? ഉപദേശഭാവ. ഉപദേശം കൊടുത്തിട്ടില്ല. ഉപദേശം കൊടുത്താൽ തന്നെ ആത്മാനാത്മ വിവേകം ഉണ്ടാവുന്നില്ല. അന്നേരമല്ലേ ഉപദേശം കൊടുക്കാതിരിക്കുന്നേരം. അതഹ സാമഗ്രി സത്വാദ് അധ്യാസേഷാം പ്രസിദ്ധ. സാമഗ്രി ഇരിക്കുന്നത് കൊണ്ട്. സാമഗ്രി എന്ന് പറയുന്നത് അർത്ഥം കാരണകലാപം, കാരണത്തിന്റെ കൂട്ടം. സകല കാരണങ്ങളെയാണ് കാരണകലാപം. അതിനാണ് സാമഗ്രി എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് അർത്ഥം കാര്യനിയത പൂർവവൃത്തിത്വം കാരണത്വം. കാര്യത്തിന്റെ നിയതം എന്ന് പറയുന്നത് അർത്ഥം അവശ്യം ഭാവി. പൂർവവൃത്തിത്വം ആർക്കാണുള്ളത്? അവനാണ് കാരണം. നിഗമയതി. ഇനി നിശ്ചയം പറയാണ്. ഇത്രയും അവതരിപ്പിച്ച കാര്യത്തെ നിശ്ചയിച്ചെടുക്കുകയാണ്. ഭാഷ്യം കണ്ടോ? ഇത്രയും ഭാഗം കഴിഞ്ഞല്ലേ? ഇനി മുതൽക്കല്ലേ എടുക്കേണ്ടത്. തസാമാന്യ ദർശനാദി വ്യുത്പത്തിമതാം പുരുഷാണാം പ്രത്യക്ഷാദി വ്യവഹാരസ് തത്കാലഃ അസമാനഃ ഇതി നിശ്ചീയതേ. തസാമാന്യ ദർശനാദ്. തസാമാന്യം എന്നുള്ള വ്യവഹാരവത്വ സാമാന്യ ദർശനാദ്. അതായത് ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരിലും വ്യവഹാരം കാണുന്നുണ്ട്. മറ്റ് മൃഗങ്ങൾ, പശു എന്ന് ഉദ്ദേശിച്ചത് ഗോ എന്നുള്ള അർത്ഥത്തിലല്ല, ഗോമാതാവല്ല കേട്ടോ, പേടിക്കണ്ട. ഇത് സാമാന്യം മൃഗം എന്നുള്ള അർത്ഥത്തിലാണ് പശു ശബ്ദപ്രയോഗം നടത്തുന്നത്. പശുപരിപാലനം. സാമാന്യാത് തസാമാന്യാത് എന്നാൽ വ്യവഹാരവത്വം എവിടെ ഇരിക്കുന്നുണ്ട്? വ്യവഹാരവത്വം എവിടെ ഇരിക്കുന്നുണ്ട്? വ്യവഹാരമുള്ള എല്ലാ സ്ഥലത്തും മക്കളെ വ്യവഹാരവത്വം ഇരിക്കും. വ്യവഹാരം അസ്യ അസ്മിൻ അസ്ഥിതി വ്യവഹാരവാൻ തസ്യ വ്യവഹാരവത്വം. വ്യവഹാരം ഉണ്ടെങ്കിൽ വ്യവഹാരവാൻ. സ്ത്രീലിംഗത്തിലാണ് വ്യവഹാരവതി, സംസ്കൃതത്തിലാണ് വ്യവഹാരവത്. അത് ഏത് ലിംഗമാണെങ്കിലും വേണ്ടിയില്ല, ത്വം കൂട്ടിച്ചേർക്കുമ്പോൾ പ്രാതിപതികത്തിനെ വരത്തുള്ളൂ. അതുകൊണ്ട് വ്യവഹാരവത്വം കിട്ടും. വ്യവഹാരവത്വ സാമാന്യമായിരിക്കും. വ്യവഹാരവത്വം മനുഷ്യന്മാരിലും പശുക്കളിലും സമാനമായിട്ട് കാണുന്നതിനാൽ എന്ത് മനസ്സിലാക്കണം? വ്യുത്പത്തി മതാമപി പുരുഷാണാം. ബോധമുള്ള പുരുഷന്മാർക്ക് പോലും എന്ന് പറഞ്ഞാൽ ജീവൻ മനുഷ്യന്മാർക്ക് പോലും പ്രത്യക്ഷാദി വ്യവഹാര, പ്രത്യക്ഷാനുമാനാദി സകല വ്യവഹാരങ്ങളും തത്കാല സമാന, തത്കാല സമാനം, തത്കാലഹ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് അധ്യാസ കാലത്താവുന്നു. അതുകൊണ്ട് അധ്യാസ കാര്യത്വന സമാനഹ എന്ന് പറഞ്ഞാൽ അധ്യാസമുള്ള കാലത്ത് മാത്രമേ വ്യവഹാരം നടക്കുന്നുള്ളൂ എന്നുള്ളതിനാൽ എന്ത് പറ്റി? അധ്യാസ കാര്യത്വം രണ്ട് സ്ഥലത്ത് ഇരിക്കുന്നതിനാൽ
അധ്യാസത്തിന്റെ കാര്യമായിട്ടാണ് വ്യവഹാരം നടക്കുന്നുള്ളത് എന്നതിനാൽ പശുക്കളിലും മനുഷ്യന്മാരിലും സമാനമാണ് അധ്യാസ കാര്യത്വേന വ്യവഹാര. അധ്യാസ കാര്യം കൊണ്ടുള്ള വ്യവഹാരം രണ്ടിടത്തും സമാനമാണ്. ടീക്ക നോക്കി ഇതിന്റെ വ്യാഖ്യാനം പറയാണ്. തൈഹി പശ്വാദിഭിഹി സാമാന്യം വ്യവഹാരവത്വം. ഭാഷ്യത്തില് തസാമാന്യ ദർശനാഥ് എന്നുള്ള സ്ഥലത്ത് സാമാന്യം എന്താണ്? വ്യവഹാരവത്വം. എന്തുകൊണ്ടാ? പശുവാദികളുമായിട്ടുള്ള സമാനതയാണിത്. തൈഹി കൈഹി പശുവാദിഭിഹി സാമാന്യം എന്നുള്ളത് സമാനത. പശുവാദികളും മനുഷ്യനും തമ്മിലുള്ള സമാനത എന്നുള്ളത് വ്യവഹാരം എന്നുള്ളതാകുന്നു. വ്യവഹാരം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നത് വ്യവഹാരവത്വം. വ്യവഹാരം ഉണ്ടെങ്കിൽ അവൻ വ്യവഹാരവാനായി അവനിലിരിക്കും വ്യവഹാരവത്വം. വ്യവഹാരവത്വം എന്ന് പറഞ്ഞോ വ്യവഹാരം എന്ന് പറഞ്ഞ ഒരേ അർത്ഥം കിട്ടുക. തസ്യ ദർശനാത് എന്ന് പറഞ്ഞ വ്യവഹാരത്തിന്റെ ദർശനം കൊണ്ട് പശുവാദികളിലും വ്യവഹാരം സമാനമായിട്ട് കാണുന്നതിനാൽ എന്ത് മനസ്സിലാക്കാം? വിവേകിനാമപി അയം വ്യവഹാര സമാനരി നിശ്ചയതേ. വിവേകികളിലൂടെയും വ്യവഹാരം എന്നുള്ളത് എന്താണ്? സമാനമാണ് എന്ന് പറഞ്ഞ അധ്യാസ കാര്യം തന്നെയാണ്. പശുവാദികളുടെ വ്യവഹാരം അധ്യാസ കാര്യമാണ്. കാരണം വിവേകമേ ഇല്ല. ഇതിന്റെ പിറകിൽ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ടായിരുന്നു, വിവേകരാഹിത്യം. വിവേകരാഹിത്യം കൊണ്ട് എന്ത് പറ്റി? അധ്യാസം നടത്തുന്നു. എന്നിട്ടാണ് അധ്യാസജന്യമായിരിക്കുന്ന വ്യവഹാരം കാണുന്നത്. സമാനമായിട്ട് മനുഷ്യരിലും വ്യവഹാരം കാണുന്നുണ്ടെങ്കിൽ അവിടെ അതിന് മൂല കാരണമായിട്ട് അധ്യാസം ഉണ്ടെന്ന് മാനിച്ചോളൂ. ഇത് നിശ്ചയതേരി സംബന്ധ. സാമാന്യം വ്യവഹാരസ്. എന്താണ് വ്യവഹാരത്തിന്റെ സാമാന്യം? പറയാണ് അധ്യാസ കാര്യത്വനിത്യുക്തം പുരസ്താത്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് സമാനത്വം. സമാനത്വം സാമാന്യം ഒരേ അർത്ഥമാണ്. നേരത്തെ വന്നാൽ സാമാന്യം എന്ന് വരും, ത്വം ചേർത്താൽ സമാനത്വം എന്ന് വരും. സമാനത്വം വ്യവഹാരസ്യ. വ്യവഹാരത്തിന്റെ സമാനത്വം എന്താണ്? അധ്യാസ കാര്യത്വേന. പശുവിലിരിക്കുന്ന വ്യവഹാരവും മനുഷ്യരിലിരിക്കുന്ന വ്യവഹാരവും രണ്ടും അധ്യാസ കാര്യമാണ്. ഈ അധ്യാസ കാര്യത്വേന രണ്ട് വ്യവഹാരവും സമാനമായിരിക്കും എന്നർത്ഥം. എന്ന് പറയുന്ന അർത്ഥം ആരില് വ്യവഹാരം ഇരുന്നാലും അധ്യാസം ഉണ്ടെങ്കിൽ വ്യവഹാരം നടക്കത്തുള്ളൂ. അധ്യാസം ഇല്ലെങ്കിൽ വ്യവഹാരം നടക്കത്തില്ല. എവിടെ എടുത്ത് കാണിക്കാൻ പറ്റും? ദൃഷ്ടാന്തം എന്തെടുക്കും? അധ്യാസം ഇവിടെ ഇല്ല, അതുകൊണ്ട് വ്യവഹാരവും ഇല്ല എന്ന്. സുഷുപ്തി. സുഷുപ്തി. സുഷുപ്തിയില് അധ്യാസമില്ല, വ്യവഹാരമില്ല. മുമ്പ് ദൃഷ്ടാന്തം പറഞ്ഞതാണ്. വ്യതിരേകമാണ് ആദ്യം കാണിച്ചത് ഭാഷ്യത്തില്. ഇക്കയിൽ പറഞ്ഞിട്ടുണ്ട് അന്യം പ്രസിദ്ധമായത് കൊണ്ട് വ്യതിരേകം കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. വ്യതിരേകം എന്ന് പറയുന്ന അർത്ഥം അഭാവം. അഭാവം. ടീക്ക തത്ര ഉക്ത അന്വയ വ്യതിരേകോ സ്മാരയതി. ഈ കാര്യത്തിൽ മുമ്പ് പറഞ്ഞ അന്വയ വ്യതിരേകമുണ്ട്. അതിനെയാണ് എടുത്ത് കാണിച്ചത് ഭാഷ്യത്തിലെ. എവിടെ? രണ്ടാം പങ്ക്തിയിൽ നിന്ന് മൂന്നാം പങ്ക്തിയിലേക്ക് കയറുന്ന സമയത്ത് തത്കാലഹ സമാനഹ എന്ന് പറഞ്ഞു. ഇതെന്താണ് തത്കാലഹയുടെ അർത്ഥം? ടീക്കൽ വിശദീകരിക്കാണ്. തസ്യ അധ്യാസസ്യ കാല ഏവ കാലോ യസ്യ അസ തത്കാലഹ. അധ്യാസത്തിന്റെ കാലം തന്നെ യാതൊരു വ്യവഹാരത്തിന്റെ കാലമാകുന്നുവോ അപ്പോൾ ആ വ്യവഹാരത്തെയാണ് നമ്മൾ പറയുന്നത് തത്കാലഹ. അധ്യാസസ്യ കാല ഏവ കാലോ യസ്യ സഹ കാല ഏവ കാലോ യസ്യ, അല്ലെങ്കിൽ തത്കാല ഏവ സഹ കാല ഏവ കാലോ യസ്യ. അധ്യാസത്തിന്റെ കാലം തന്നെ കാലമായിരിക്കുന്നത് യാതൊരു വ്യവഹാരത്തിൻ്റെതാണോ? അപ്പോൾ ആദ്യം വ്യവഹാരമാണോ ആദ്യം അധ്യാസമാണോ നടക്കുന്നത്? അധ്യാസത്തിന്റെ കാലം തന്നെ യാതൊരു വ്യവഹാരത്തിൻ്റെതാകുന്നുവോ? ഒരുമിച്ച് നടക്കുന്നുണ്ടാവും. ഒരുമിച്ച് നടക്കും. അധ്യാസത്തിന്റെ കാലം തന്നെ യാതൊരു വ്യവഹാരത്തിൻ്റെതാകുന്നു എന്ന് പറഞ്ഞതർത്ഥം അധ്യാസം ഉള്ളത് കൊണ്ടാണ് വ്യവഹാരം നടക്കുന്നത്. അവിടെ നമ്മൾക്കിനി അധ്യാസത്തെ പല രീതിയിൽ മാറ്റണം. ഒന്ന് അനാഥാധ്യാസമായിരിക്കുന്ന ചേതനിലെ അവിദ്യാധ്യാസം കാണാം. ആ അധ്യസ്ഥ ചൈതന്യത്തിന് എന്ന് പറഞ്ഞാൽ മായാവിശിഷ്ട ചൈതന്യം, ചൈതന്യ വിശിഷ്ട മായ, ഇതാണല്ലോ പിന്നെ ഇരിക്കുന്നത്. ഇതിന്റെ അധ്യാസമായിരിക്കും ഇനി അടുത്ത അന്ധകരണത്തിലേക്ക് നടക്കുക. ഇങ്ങനെ ചൈതന്യ അധ്യസ്ഥമായിരിക്കുന്ന അന്ധകരണത്തിന്റെ അധ്യാസമായിരിക്കും ഇന്ദ്രിയങ്ങളിലേക്ക് നടക്കുക. ഇനി പരമ്പര ഇങ്ങനെ പിടിക്കുക. അവിദ്യ അധ്യസ്ഥ ചൈതന്യ, അതിലുമായിട്ട് അധ്യാസം നടത്തിയിരിക്കുന്ന അന്ധകരണം, അതുമായിട്ട് അധ്യാസം നടത്തിയിരിക്കുന്ന ഇന്ദ്രിയങ്ങള്, ഇവയുടെ എല്ലാം തന്നെ അധ്യാസമായിരിക്കും ഏതെങ്കിലും ഒരു ശരീരത്തിൽ ജനിച്ചതോടുകൂടി കിട്ടുക മരിക്കുന്നത് വരെ. അവിടെ അങ്ങനെയാണെങ്കിൽ ജനിച്ച് മരിക്കുന്നവരെ അധ്യാസം ഉണ്ടെങ്കിൽ സുഷുപ്തിയിൽ അധ്യസിക്കേണ്ടതല്ലായിരുന്നു. നിങ്ങൾ തലയാട്ടുന്നതനുസരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നിങ്ങൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞില്ലേ ശരീരത്തിൽ അധ്യാസം നടന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ
ഹയർ ടെക്സ്റ്റ് പഠിച്ച അവിടെ കാണാം സാക്ഷി എന്ന് പറയുന്നത് തന്നെ ഒരു അധ്യാസമായിരുന്നു. ঠিক. കാരണം ചേതനും അവിദ്യയും തമ്മിൽ അധ്യസിച്ചപ്പോഴാണ് ആരുത്പന്നമായത്? സാക്ഷി തന്നെ ഉത്പന്നമായത്. എപ്പോൾ ഉത്പന്നമായി? അനാദികാലത്തേ ഉള്ളതാണ്. സാക്ഷി സ്വരൂപം അനാദികാലത്തിരിക്കുന്നതാണ്. അവിദ്യാച്ചിതോർ യോഗ എന്ന് പറഞ്ഞില്ലേ? ഷഡസ്മാകം അനാദേഹ. ഇവിടെ അവിദ്യയും ചൈതന്യവും തമ്മിലുള്ള സംബന്ധം അനാദിയാണ്. ആ സംബന്ധത്തോടു കൂടി സാക്ഷി സിദ്ധമായി കഴിഞ്ഞു. ഈ സാക്ഷി എവിടെ ഇരിക്കുന്നുണ്ട്? ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ സമാനമാണ്. കാര്യാധ്യാസം കാണാത്തത് കൊണ്ടാണ് നമ്മൾ സുഷുപ്തിയില് അധ്യാസം ഇല്ലെന്ന് പറയുന്നത്. ആവരണാത്മകമായിരിക്കുന്ന അധ്യാസം അവിടെ നടക്കുന്നുണ്ട്. വിക്ഷേകാത്മകമായിരിക്കുന്ന ഒരു അധ്യാസം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് ഒഴിവാക്കി വിട്ടത്. ഒന്ന്. രണ്ടാമത്തത്, ഇത്രയും കാര്യം പറയുന്നത് എന്തിനാ? അടുത്ത സ്റ്റെപ്പില് കേവലനെ മനസ്സിലാക്കിപ്പിക്കാനാണ്. ആ കേവലനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ദൃഷ്ടാന്തം പോലും സുഷുപ്തിയാണ്. ആ സുഷുപ്തിയില് കേവലൻ എങ്ങനെ മനസ്സിലാക്കിപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനത്തെ നിങ്ങളുടെ ഈ ഉപാധി ഉണ്ടല്ലോ, അവിദ്യ. ഈ അവിദ്യക്ക് ചേതനായിട്ട് എന്ത് സംബന്ധമുള്ളത്? ഒരു സംബന്ധമില്ല. ഇതാണ് സിദ്ധാന്തം. പിന്നെ നിങ്ങൾ പറയുന്ന സംബന്ധം എന്താ? താദാത്മ്യം. അതായത് നൈയായികന്മാര് പറയും ഘടത്തിൽ ഘടത്തിന്റെ താദാത്മ്യമുണ്ട്. ഇതേപോലെ ചേതനുമായിട്ട് അവിദ്യക്ക് താദാത്മ്യം ഉണ്ടെന്നാണ് പറഞ്ഞത്? അല്ല. പിന്നെ ആധ്യാസിക താദാത്മ്യം. പിന്നെ ഇതിനെ താദാത്മ്യം പറയുന്നത് അവ വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതരേതര അധ്യാസം നേരിട്ട സ്ഥിതി ആയതുകൊണ്ട് നമ്മൾ താദാത്മ്യം എന്ന് പറയുന്നത്. വേറെ വഴികളില്ല ഇതിനെ മനസ്സിലാക്കിക്കാൻ. അജ്ഞാനത്തിൽ നിന്നാണ് ഇതെല്ലാം ചിന്തിച്ചെടുക്കുന്നത്. ജ്ഞാനമാണെങ്കിൽ ആ ജീവനെ ആവൃതമാക്കി വെച്ചിട്ടുണ്ട്. അവന് സ്വരൂപത്തെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ മറ്റൊരു മാർഗമില്ല. നമ്മളിപ്പോൾ കാണുന്ന നീ ഞാൻ എന്നുള്ള ഭാവം പോലും കേവലമായിരിക്കുന്ന ഒരു ഏകജീവന്, ഏകജീവവാദം വരുന്ന സമയത്ത് സകല അന്ധകരണങ്ങളിലും കൂടെ അധ്യസിച്ചിരിക്കുന്ന ജീവൻ വാസ്തവത്തിൽ അവിദ്യാഉപഹിത ചൈതന്യമാണ്. അവന് അന്ധകരണമായിട്ട് അധ്യാസം വന്നതിന്റെ പേരിൽ ജീവഭേദം പോലും മാനിക്കുന്നില്ല. കാരണം ഒരു ജീവൻ അജ്ഞാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു ജീവൻ അവശേഷിക്കുന്നില്ല. ഈ ഏകജീവവാദം പോലും അറിഞ്ഞില്ലെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളല്ല, പറയുന്നവരുടെ അഭിപ്രായം എടുത്ത് പറയാണ്. ഞാൻ ഇവിടെയുള്ള അവസാന ജീവനെ വരെ രക്ഷപ്പെടുത്താൻ വരാം എന്ന് പറയുന്നത് ആ ഏകജീവവാദം പോലും അറിയാത്തതിന്റെ പേരില്ല. ഏകജീവവാദത്തിന്റെ ഒരു നമൂന, ഒരു ചെറിയ ഭാഗമെങ്കിലും അറിയാമായിരുന്നുവെങ്കിൽ ഒരിക്കലും വീമ്പിളക്കത്തില്ലായിരുന്നു ഇവിടെയുള്ള എല്ലാ ജീവനും രക്ഷിച്ച ശേഷം ഞാൻ പോകത്തുള്ളൂ. കാരണം നീ തന്നെ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരെ രക്ഷപ്പെടുത്തും? നീ രക്ഷപ്പെട്ടാൽ ഇവിടെ വേറൊരു ജീവൻ അവശേഷിക്കത്തില്ല. കാരണം ഏകോപാധിയോടുകൂടിയ ജീവൻ ഇരിക്കുന്നത്. ഏത്? അവിദ്യ. അവിദ്യ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ജീവൻ ഇരിക്കത്തില്ലല്ലോ. പിന്നെ എവിടുന്നാ തോന്നിയത് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഞാൻ വരാന്നുള്ളത്? യഥാ അധ്യാസ തഥാ വ്യവഹാര. സംപിണ്ഡിതാർത്ഥം അവതരിപ്പിക്കുകയാണ്. എപ്പോഴാണോ അധ്യാസം ഉള്ളത് അപ്പോഴാണ് വ്യവഹാരം. തദഭാവേ സുഷുപ്തോ തദഭാവ. സുഷുപ്തിയിൽ അധ്യാസമില്ല എന്നുള്ളത് കൊണ്ട് വ്യവഹാരവുമില്ല. ഇതി ഉക്ത അന്വയാദിമാനിതി യാവത്. ഉക്ത അന്വയ വ്യതിരേകത്തോട് കൂടിയതാണ് ആര്? നിങ്ങളുടെ ഈ അനുമാനം. അനുമാനത്തിന്റെ സ്ഥലമാണ്. അനുമാന സ്ഥലത്താണ് ചോദ്യം ഉന്നയിക്കുന്നത്. ദൃഷ്ടാന്തം ശരിയല്ലല്ലോ എന്നേരം പറഞ്ഞല്ല, ദൃഷ്ടാന്തമൊക്കെ ശരിയാക്കി തരാം. അപ്പൊ രണ്ടും ഏകദേശം മനസ്സിലായോ? ഇവിടെ വ്യവഹാരം സുഷുപ്തിയിൽ ഇല്ലെന്നാ പറയുന്നത്, കാര്യവ്യവഹാരമാണ് ഇല്ലാതിരിക്കുന്നത്. സാക്ഷി സ്വരൂപൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് വ്യവഹാരം ഇല്ല എന്ന് പറയുന്നത് അധ്യാസം ഇല്ല, വ്യവഹാരം ഇല്ല എന്നുള്ളത് അധ്യാസത്തിന്റെ കാര്യം കാണാത്തതിനാൽ. അധ്യസിക്കുന്ന സമയത്ത് ഒരു വ്യവഹാരം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അധ്യാസം വ്യവഹാരം പറയാം. സുഷുപ്തിയിൽ അങ്ങനത്തെ ഒരു സാമാന്യമായിട്ട് കാണാത്തതിനാൽ അധ്യാസവും ഇല്ല വ്യവഹാരം ഇല്ലെന്ന് പറയുന്നു. അപ്പൊ അധ്യാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വേണ്ടിയിരുന്നു? ബ്രഹ്മസ്വരൂപമാവേണ്ടിയിരുന്നു അല്ലേ? ഇതാണ് ഒരു വിചിത്ര സ്ഥലമാണ് ഈ സുഷുപ്തി. നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ജ്ഞാനിക്ക് അധ്യാസം നഷ്ടപ്പെട്ടിട്ടും അനുവൃത്തി ആത്മക അധ്യാസം വരും എന്നുള്ളത് അല്ലേ? 22ാമത്തെ പേജിൽ ടീക്കയിൽ 5ാം പങ്ക്തി കണ്ടാൽ മതി. ആദ്യേ ബാധിത അധ്യാസ അനുവൃത്തി അവ്യവഹാര ഇതി സമന്വയ സൂത്രേ ഭക്ഷ്യതേ. ജ്ഞാനിയുടെ കാര്യത്തിൽ വിദ്വാനാണോ അവിദ്വാനാണോ എന്നായിരുന്നു. വിദ്വാൻ ജ്ഞാനിയുടെ കാര്യത്തിൽ ബാധിത അധ്യാസത്തിന്റെ അനുവൃത്തിയാൽ വ്യവഹാരം സംഭവിച്ചുകൊള്ളൂ. ആർക്ക് പോലും? ജ്ഞാനിക്ക് പോലും. മനസ്സിലായോ? ജ്ഞാനിക്ക് മാത്രമേ അധ്യാസം ബാധിക്കപ്പെടത്തുള്ളൂ. സുഷുപ്തിയിൽ എന്ത് പറ്റുന്നതാണ്? സ്വരൂപമായിരിക്കുന്ന അധ്യാസം അവിടെ നടക്കുന്നുണ്ട് എന്ന് പറയാൻ സാക്ഷി സ്വരൂപ അധ്യാസം നടക്കുന്നുണ്ടെങ്കിലും മറ്റൊരു അധ്യാസവും ശരീരമായിട്ട് താതാത്മ്യമില്ല, ഇന്ദ്രിയമായിട്ടും താതാത്മ്യമില്ല. അതെന്തുകൊണ്ടാണ്? ഇന്ദ്രിയങ്ങളും
ശരീരമായിട്ടുള്ള സംബന്ധം താതാത്മ്യം വിട്ടുപോയി, ഇന്ദ്രിയങ്ങളായിട്ടുള്ള താതാത്മ്യവും വിട്ടു, മനസ്സായിട്ടുള്ള താതാത്മ്യം വിട്ടു. കാരണം മനസ്സും ഇന്ദ്രിയങ്ങളെല്ലാം അവിദ്യയിൽ ലീനമായിരുന്നു. ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ ശരീരമായിട്ടുള്ള താതാത്മ്യം പോലും സംഭവിക്കത്തുള്ളായിരുന്നു. ഇതില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഭാഗങ്ങളൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല കേട്ടോ ഇവര്. അതോ വ്യവഹാര ലിംഗാത് വിവേകിനമപി ദേഹാദിഷു അഹം മമ അഭിമാനോ അസ്ഥീതി അനവദ്യം. പങ്ക്തി എന്തെങ്കിലും കറക്ഷൻ നടത്തണമെങ്കിൽ ചെയ്തോ. അസ്ഥീതി അനവദ്യം, അബദ്ധ്യം ദുഷ്ടം ന അബദ്ധ്യം ഇത് അനബദ്ധ്യം, ഒരു ദോഷവുമില്ല എന്നർത്ഥം. അതോ വ്യവഹാര ലിംഗാത്, വ്യവഹാരം എന്നുള്ള ഹേതുവിനെ കാണിച്ചിട്ട് എന്ത് മാനിക്കാം? വിവേകിനമപി ദേഹാദിഷു അഹം മമ അഭിമാനം. ഏത് വിവേകിയാണത്? ആത്മാനാത്മ വിവേകമേ ഉള്ളൂ, അല്ലാതെ ബ്രഹ്മാത്മ ബോധമൊന്നുമില്ല. അഭിമാനിനോ ദേഹാദിഷു അഹം മമ അഭിമാനോ, വിവേകിയായിട്ടും ദേഹാദികളിൽ അഭിമാനം നടത്തുന്നവനായിരിക്കുന്ന സാമാന്യ ജ്ഞാനി മാത്രം എന്ന് പറഞ്ഞ. അതിനിപ്പോൾ വേദാന്തവാക്യ ജ്ഞാനം പോലും ആവശ്യമില്ല. ജ്ഞാനെന്നും പരനെന്നുള്ള വ്യവഹാരമോ അത്രയ്ക്ക് ബുദ്ധിയോ അത്രയ്ക്ക് മതി. അഭിമാനോ എന്താണ്? വ്യവഹാര ലിംഗാദി വിവേകിനാമപി ദേഹാദിഷു അഹം മമ അഭിമാനോ അസ്ഥീതി അനവദ്യം. വിവേകികൾക്ക് പോലും ദേഹാദികളിൽ അഹം മമ അഭിമാനമുണ്ട് അല്ലേ? ഈ അഭിമാനം പോലെ ഒരു വ്യവഹാരമല്ലേ? വ്യവഹാരം എത്ര വിധമുണ്ട്? 4 അഭിജ്ഞ, അഭിവാദനം, ഹാനോപാതനം, അർത്ഥക്രിയ. ഇതെല്ലാം തയ്യാറായിരിക്കണേ. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു നേരം ചിലത് 1 ചിലത് 2 എടുത്ത് സംസാരിക്കത്തുള്ളൂ. അഭിജ്ഞ എന്ന് പറയാം ജ്ഞാനം, അഭിവാദനം എന്ന് പറയാം ശബ്ദപ്രയോഗം, ഹാനോപാദനം കൊടുക്കൽ വാങ്ങലുകൾ ആയിരിക്കുന്ന വ്യവഹാരം, പിന്നെ അർത്ഥക്രിയ എന്ന് പറഞ്ഞാൽ പ്രയോജന സിദ്ധി, ജലം കുടിച്ചിട്ട് ദാഹം മാറുക ഇത്യാദികളെയാണ് നമ്മൾ വ്യവഹാര സിദ്ധിയായി എന്താണ് അർത്ഥക്രിയയായിട്ട് ഗ്രഹിക്കുന്നത്. നനു ലൗകിക വ്യവഹാരസ്യ ആധ്യാസികത്വേതി ജ്യോതിഷ്ടോമാദി വ്യവഹാരസ്യ ന അധ്യാസജന്യത്വം തസ്യ ദേഹ അതിരിക്ത ആത്മജ്ഞാനപൂർവകത്വാദിത്യാശങ്ക്യ ഹേതും അംഗീകരോതി. പൂർവപക്ഷി അവതരിപ്പിക്കുകയാണ് പ്രസംഗം. ലൗകിക വ്യവഹാരം ആധ്യാസികമാണെങ്കിലും ഇത്തരം കേൾക്കുമ്പോഴേക്ക് ബ്രഹ്മസ്വരൂപം തെളിഞ്ഞതിന്റെ പേരിൽ ചിലരുണ്ടല്ലോ, ബ്രഹ്മജ്ഞാനം ഉണ്ടായ ശേഷം, ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രദ്ധിച്ചോ? ഇനിയിപ്പം പോന്ന പോക്കിലെ ബ്രഹ്മജ്ഞാനം ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടായാല് വിരലുകൾ മുകളിലോട്ട് വെച്ചിട്ട് നൃത്തം ചെയ്യണം. ആ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല? പഠിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ മാനിക്കൂല നിങ്ങൾ ജ്ഞാനിയാണെന്ന്, ഈ ഡാൻസ് അറിയത്തില്ലെങ്കിൽ. അതോ വ്യവഹാര ലിംഗാത്, വ്യവഹാരം എന്നുള്ള ഹേതു ഉള്ളതിനാൽ വിവേകിനാമപി, വിവേകികൾക്ക് പോലും ദേഹാദിഷു അഹം മമാഭിമാനം അതിനുശേഷല്ലേ നനു ലൗകിക വ്യവഹാരസ്യ ആധ്യാസികത്വേവി, ലൗകികമായിരിക്കുന്ന വ്യവഹാരം അധ്യാസജന്യമാണെങ്കിലും ആധ്യാസികമാണെങ്കിലും ജ്യോതിഷ്ടോമാദി വ്യവഹാരസ്യന അധ്യാസജന്യത്വം. ജ്യോതിഷ്ടോമം എന്നുള്ളത് ഒരു ദൃഷ്ടാന്തം എടുത്തതെന്നുള്ളൂ. എന്താണ് ഉദ്ദേശിച്ചത്? വൈദികമായിരിക്കുന്ന വ്യവഹാരം നടക്കുന്നുണ്ടല്ലോ, യാഗാദി വ്യവഹാരം. യാഗം ഇത് ജ്യോതിഷ്ടോമം നടത്തി അങ്ങോട്ട് പോകാം, സ്വർഗാദി പ്രാപ്തികൾക്ക് വേണ്ടിയിട്ടുള്ള ജ്യോതിഷ്ടോമം നടത്തുകയാണെന്ന് കരുതുക. അപ്പോൾ ഈ സ്വർഗകാമോ യജേത, സ്വർഗത്തിൽ കാമനയുണ്ടെങ്കിൽ യാഗം നടത്തുക. ദർശപൂർണമാസാഭ്യം യജേത എന്നൊക്കെ പറഞ്ഞു വരുന്നേരം യാഗത്തിന്റെ ഫലമായിട്ട് എന്ത് കിട്ടും? സ്വർഗാദി. അതായത് എന്താണ് വിഷയം എന്ന് പറഞ്ഞാല്, ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിലാണ് ഫലം കിട്ടേണ്ടതെങ്കിൽ ചെയ്യുന്ന ആൾക്ക് അറിയത്തില്ലേ ശരീരത്തിൽ വിലക്ഷണനാണ് ആത്മാ എന്നുള്ളത്? അല്ല, ചാർവാകനെ പോലെ ശരീരം മാത്രമാണ് ഈ ദേഹം, ജഡമായിരിക്കും ദേഹമാണ് ആത്മാ എങ്കിൽ ജഡം ഇവിടെ നഷ്ടപ്പെടുന്നതോടുകൂടി ഒരു ജീവൻ ആ ആത്മാ തീർന്നു. അവന് സ്വർഗാദികളിൽ ഭോഗം നടത്താനായിട്ട് കർമ്മം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം സ്വർഗഭോഗം നടത്താനായിട്ട് ഒരു ആത്മാവ് അവശേഷിക്കുന്നില്ല. അപ്പൊ ആരാണോ കർമ്മം ചെയ്യുന്നത് അവൻ ഇത്രയും ബോധമുണ്ട്, ശരീരത്തിൽ നിന്ന് വിലക്ഷണമായിരിക്കുന്ന ഒരു ആത്മാവുണ്ട് എന്ന്. അല്ലേ? അവൻ എവിടുന്ന അധ്യാസമുള്ളത് എന്നാണ് പൂർവപക്ഷിയുടെ ചോദ്യം. ജ്യോതിഷ്ഠാമാദി വ്യവഹാരസ്യ അധ്യാസജന്യത്വം. എന്തുകൊണ്ടാ? തസ്യ ദേഹ അതിരിക്ത ആത്മജ്ഞാനപൂർവകത്വാത്. തസ്യ ജ്യോതിഷ്ഠോമാദി വ്യവഹാരസ്യ, ജ്യോതിഷ്ഠോമാദി വ്യവഹാരം എന്നുള്ളത് ദേഹത്തിൽ നിന്ന് അതിരിക്തനായിരിക്കുന്ന ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആത്മജ്ഞാനം പൂർവം യസ്യ വ്യവഹാരസ്യ സ വ്യവഹാര ആത്മജ്ഞാനാദി പൂർവക തസ്യ ആത്മജ്ഞാനാദി പൂർവകത്വം. ആത്മജ്ഞാനാദി പൂർവകമായിട്ടേ ജ്യോതിഷ്ഠോമാദി വ്യവഹാരം നടക്കത്തുള്ളൂ. ആയതിനാൽ അവിടെ എങ്ങനെയാണ് അധ്യാസം എന്ന് പറയുന്നത്? ഇത്യാശങ്ക്യ ഹേതും അംഗീകരോതി. പറഞ്ഞ ഹേതുവിനെ അംഗീകരിച്ചു കൊടുക്കുകയാണ്. വ്യവഹാരം എന്നുള്ള ഹേതുവിനെ, വ്യവഹാരമാണല്ലോ
വ്യവഹാരവത്വാന്നല്ലേ നിങ്ങളെ ഹേതു? പൂർവ്വത്തിലെ അനുമാനവാക്യ പ്രയോഗം ഓർമ്മ വേണം. ഭാഷ്യം കാണു. ശാസ്ത്രീയതു വ്യവഹാരെ യദ്യപി ബുദ്ധിപൂർവകാരി ന അവിദിത്വ ആത്മനഃ പരലോക സംബന്ധം അധിക്രിയത്തെ. ശാസ്ത്രീയതു വ്യവഹാരെ, ശാസ്ത്രീയമായിരിക്കുന്ന വ്യവഹാരത്തിൽ, അപ്പം ജീവനിൽ ശാസ്ത്രീയമായിരിക്കുന്ന വ്യവഹാരം ഉണ്ട് എന്നുള്ള വ്യവഹാരവത്വം എന്നുള്ള ഹേതുവിനെ ജീവനിൽ അംഗീകരിച്ചു അല്ലേ? പക്ഷേ ഇത് ടീക്കായിട്ട് അന്വയിക്കുമ്പോൾ എങ്ങനെ ആവശ്യമുള്ളൂ? നേരിട്ട് പോയാൽ ശാസ്ത്രീയമായിരിക്കുന്ന വ്യവഹാരത്തിൽ പോലും എന്നാണ്. യദ്യപി ബുദ്ധിപൂർവകാരി, ബുദ്ധിപൂർവം കരോതീതി ബുദ്ധിപൂർവകാരി വ്യവഹാരേ, ബുദ്ധിപൂർവം ചെയ്യപ്പെടുന്ന ശാസ്ത്രീയ വ്യവഹാരത്തിൽ പോലും അവിദിത്വ ആത്മനഃ പരലോക സംബന്ധം ന അധിക്രിയതേ, ആത്മാവിന്റെ പരലോക സംബന്ധത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പരലോക സംബന്ധം അറിയണമെങ്കിൽ എന്താവശ്യമുണ്ട്? ഈ ശരീരമല്ല ആത്മാ, ശരീരത്തിൽ നിന്നും വിലക്ഷണനാണ് ആത്മാ എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ വിലക്ഷണനായിരിക്കുന്ന ആത്മാവാണ് പരലോകത്ത് പോകത്തുള്ളൂ എന്നറിയണം അല്ലേ? അപ്പോൾ ശരീരത്തിന് വിലക്ഷണനായിരിക്കുന്ന ആത്മാവിന്റെ അറിവില്ല എങ്കിൽ ന അധിക്രിയതേ, ശാസ്ത്രീയ വ്യവഹാരത്തിൽ അധികാരിയാകുന്നില്ല. അപ്പോൾ ശാസ്ത്രീയമായിരിക്കുന്ന ജ്യോതിഷ്ഠോമാദി വ്യവഹാരത്തിൽ അധികാരിയാവണമെങ്കിൽ, ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? ശരീരത്തിൽ നിന്ന് വിലക്ഷണനാണ് ആത്മാ എന്നുള്ള ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. അത് സ്വീകരിക്കുകയാണ്. ഇനി ഭാഗം ടീക്കയിൽ കാണും. തർഹി കഥം വൈദിക കർമ്മണോ അധ്യാസജന്യത്വ സിദ്ധിരിത്യാശങ്കയാണ്. അങ്ങനെയാണെങ്കിൽ വൈദിക കർമ്മം എങ്ങനെയാണ് അധ്യാസജന്യമായി മാറുന്നത്? കാരണം വിവേകത്തിന്റെ അഭാവം വരുമ്പോഴല്ലേ നമ്മൾക്ക് അധ്യാസം വരുന്നത്. ഇവിടെ വിവേകം വന്നല്ലോ, ശരീര വിലക്ഷണായിരിക്കുന്ന ആത്മാവിന്റെ. പിന്നെ എവിടെ നിന്നാണ് അവന് ശരീരത്തിൽ ആത്മാ എന്നുള്ള അധ്യാസം സംഭവിക്കുക? വൈദിക കർമ്മണോ അധ്യാസ കഥം തർഹി വൈദിക കർമ്മണോ അധ്യാസജന്യത്വം. പിന്നെ എങ്ങനെയാണ് വൈദിക കർമ്മവും അധ്യാസജന്യമാണെന്ന് മാനിക്കുക? പൂർവപക്ഷിയുടെ ആശങ്കയാണ്. ഇത്യാശങ്ക അവിടെ രണ്ട് വികല്പം ചെയ്യാണ്. കിം തത്ര ദേഹാന്യ ആത്മധീമാത്രം അപേക്ഷിതം ഉത ആത്മതത്വജ്ഞാനം. ഈ വൈദിക വ്യവഹാരത്തിന് ആത്മജ്ഞാനം അപേക്ഷിതമാണെന്ന് പറഞ്ഞു. പക്ഷെ ഏത് ആത്മാവിന്റെ ജ്ഞാനമാണ് അപേക്ഷിക്കുന്നത്? ദേഹാന്യ ആത്മധീ മാത്രം, ദേഹത്തിൽ വിലക്ഷണനാണ് ആത്മാ എന്നുള്ള ജ്ഞാനം മാത്രം മതിയോ അധികാരിയാവാൻ, കർമ്മം ചെയ്യാനുള്ള യോഗ്യത കിട്ടാൻ? ഉത എന്ന് പറയുന്ന അർത്ഥം അഥവാ ആത്മതത്വജ്ഞാനം, ആത്മാവിന്റെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപജ്ഞാനം ആവശ്യമുണ്ടോ? ആദ്യപക്ഷം എന്താണ്? കേവലം ദേഹവ്യതിരിക്ത ആത്മാവിന്റെ ജ്ഞാനം. ആദ്യത്തെ പക്ഷത്തിൽ പറയണം, ആദ്യ തസ്യ അധ്യാസ അബാധകത്വാത് തസ്സിദ്ധിരിത്യാഹ. ആദ്യജ്ഞാനം അധ്യാസത്തിന്റെ ബാധകനല്ല. ശരീരത്തിൽ നിന്ന് വിലക്ഷണനായിരിക്കുന്ന ആത്മാവ് ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ശരീരത്തിലെ ആത്മബുദ്ധി നഷ്ടപ്പെടത്തില്ല. അധ്യാസം അങ്ങനെ തന്നെ നിൽക്കും. അല്ല, നിങ്ങൾക്ക് ബ്രഹ്മാത്മ ഐക്യബോധം ഉണ്ടാകുമ്പോൾ ശരീരത്തിന് വിലക്ഷണമായിരിക്കുന്ന ആത്മാവെന്നല്ലേ ബോധം ഉണ്ടായത്? പക്ഷെ അധ്യാസം നഷ്ടപ്പെട്ടല്ലോ. ഐക്യജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ഐക്യജ്ഞാനം ഉണ്ടാവും. ശുദ്ധ ബ്രഹ്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാലോ കർമ്മം ചെയ്യോ? വിലക്ഷണമായിട്ടുള്ള ആത്മജ്ഞാനം ഉണ്ടായിട്ട് കർമ്മത്തിൽ നിന്ന് കേവലം ദേഹത്തിൽ നിന്ന് വിലക്ഷണനാണ് എന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം അത് ശുദ്ധനാണെന്നുള്ള ബോധമൊന്നുമില്ല. വിലക്ഷണനാണ്, ദേഹവിലക്ഷണനാണ്. എന്തുകൊണ്ടാ? ദേഹത്തിന് വിലക്ഷണൻ ആ ലോകത്ത് പോയാലല്ലേ അവന് ഭോഗം ഉണ്ടാകത്തുള്ളൂ. അപ്പം ഭോക്തൃത്വ കർത്തൃത്വ വിശിഷ്ടാത്മാവിന് മാത്രമേ ആ സ്ഥലത്ത് അറിയുന്നുള്ളൂ. ശരിക്ക് ആത്മതത്വജ്ഞാന സ്ഥലത്ത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന ആത്മാവിനെയാണ് അറിയുന്നത്. അവിടെ കർത്തൃത്വ ഭോക്തൃത്വ വിശിഷ്ടനല്ല. കർത്തൃത്വ ഭോക്തൃത്വ വിശിഷ്ടനല്ല, ശുദ്ധനെയാണ് അറിയുന്നെങ്കിൽ കർമ്മം നിലച്ചു പോകത്തേ ഉള്ളൂ. ഭാഷ്യമാണ് തഥാപി. ഇതിന്റെ അർത്ഥം എന്താ? ആദ്യ തസ്യ അധ്യാസ അബാധിത്വ തസിദ്ധിരിത്യാഹ. ആദ്യ പക്ഷത്തില് ശരീരത്തിന് വിലക്ഷണനായിരിക്കുന്ന ആത്മാ അവൻ കർത്തൃത്വ ഭോക്തൃത്വനാണ്, ആ അറിവേ ഉള്ളൂ. ആ ജ്ഞാനം അധ്യാസത്തിനെ ബാധിക്കുന്നില്ല. അധ്യാസ അബാധകത്വാത്. അധ്യാസത്തെ ബാധിക്കാത്തതുകൊണ്ട് എന്ത് പറ്റും? തസിദ്ധി തസ്യ കസ്യ അധ്യാസ സിദ്ധി. അധ്യാസത്തിന്റെ സിദ്ധി നടക്കും. അവിടെ വ്യവഹാരം നടക്കുന്നുണ്ട്. ശാസ്ത്രീയ വ്യവഹാര സ്ഥലത്ത് വ്യവഹാരമുണ്ട്, അവിടെ അധ്യാസവും ഉണ്ട്. തസിദ്ധി അധ്യാസിദ്ധി. കാരണം അവിടെയുള്ള ആത്മജ്ഞാനം അധ്യാസത്തെ ബാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ വ്യവഹാരം കാണുമ്പോൾ നമ്മൾക്ക് ആ ജീവനിൽ അധ്യാസം സിദ്ധിക്കാം. കിട്ടിയോ? ഇനി ബാക്കി നിങ്ങളെ മെനക്കേട്. പിന്നെ ദ്വിതീയ പക്ഷം എന്തായിരുന്നു? ആത്മതത്വജ്ഞാനം. ഈ ആത്മതത്വജ്ഞാനത്തിന്റെ അർത്ഥം എന്താ? ശരീരത്തിന് വിലക്ഷണനായിരിക്കുന്ന കർത്തൃത്വ ഭോക്തൃത്വ രഹിതനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിരിക്കുന്ന ആത്മാവിന്റെ ജ്ഞാനമാണ്.
അങ്ങനെ വന്നാൽ എന്ത് പറ്റും? അതിന് ഉത്തരം പറയാണ് ഭാഷ്യം. ന വേദാന്ത വേദ്യം അശനായാദി അതീതം അഭേദ ബ്രഹ്മക്ഷത്രാദിഭേദം അസംസാരി ആത്മതത്വം അധികാരി അപേക്ഷ്യത്തെ. അധികാരത്തിൽ അപേക്ഷിക്കപ്പെടുന്നില്ല. ഏത്? വേദാന്തേന വേദ്യം ഇത് വേദാന്ത വേദ്യം. വേദാന്തം എന്ന് പറയുന്ന അർത്ഥം ഒരു ബുക്ക്, അതിന്റെ അവസാനം വേദാന്തം, ഇങ്ങനെ അർത്ഥമുണ്ടോ? അന്തം അങ്ങനെയൊന്നുമല്ല അർത്ഥത്തിന്. ഓക്കെ, അന്തം അവസാനം എന്ന് പറയാൻ കാരണം അവസാനം ആശ്രമയുടേതെന്നോ ഇത് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട്. കാരണം ഈ ഒരു ജ്ഞാനത്തോടു കൂടി കർത്തൃത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ ബാക്കിയുള്ള ഒരു ഭാഗത്തിന് അധികാരിയാവത്തില്ല. നമ്മുടെ ഒരു വേദത്തെ വിഭാഗം ചെയ്താല് മന്ത്രബ്രാഹ്മണിയോർ വേദത്വം എന്നുള്ളത് കൊണ്ട് വേദം മന്ത്രവും ബ്രാഹ്മണവും തീർന്നു പണി. പിന്നെയും കാറ്റഗറൈസ് ചെയ്ത് എങ്ങനെ കിട്ടും? കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, പിന്നെ വരും എങ്ങനെ? ഉപാസനകാന്ഡം, ആരണ്യകാന്ഡമായിട്ട്. ആരണ്യകത്തിൽ ഉപാസന പറഞ്ഞിട്ടുണ്ട്. ഈ ഉപാസനയും വേദാന്തത്തിലും വരുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നും വിഭാഗം ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് മാത്രമേ നമ്മൾക്ക് ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ആരണ്യകാന്ഡം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടി മാറ്റിക്കഴിഞ്ഞാൽ രണ്ടേ ആക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ? മന്ത്രവും ബ്രാഹ്മണവും. ഇതിൽ അവസാന ഭാഗം എന്ന് പറയാൻ കാരണം ശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗമാണ്. അതിനുശേഷം ചെയ്യാനായിട്ട് ആൾ നിലനിൽക്കത്തില്ല. ഇത് ഉപനിഷത്ത് കാണ്ഡം വരുന്നത്. ഈ ഉപനിഷത്ത് സന്യാസികൾക്ക് മാത്രം പറഞ്ഞതാണോ? എല്ലാവരും ചർച്ച നടക്കാറുണ്ട് അല്ലെ? സന്യാസം എന്തിനു വേണ്ടി പറഞ്ഞതാ? ശ്രവണം കഴിയാതെ. ശ്രവണന്മാരാണ് നിധിധ്യാസനത്തിന് വേണ്ടിയാണ് ഈ സന്യാസം വിധിച്ചത്. അത് പിന്നെ ഉപനിഷത്ത് ആർക്ക് വേണ്ടിയായിരിക്കും? മുഖ്യ അധികാരി ഇവിടെ സന്യാസി തന്നെയാണ്. അവിടെ വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ സന്യാസി എന്ന് പറഞ്ഞാൽ ആരാന്നൊരു വിഷയമുണ്ട്. കാവ്യ ഇട്ട എന്താണ് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ കാവ്യ ഇട്ടത് കൊണ്ട് മാത്രം സന്യാസി ആവത്തില്ല. സർവസംഘ വരുത്യാഗിയാണ് അവിടുത്തെ സന്യാസി. ठीके. പക്ഷെ ഒരു വിഷയം, ആ സന്യാസത്തിൽ തന്നെ പല കാറ്റഗറി ചെയ്യും. ശ്രവണം നടത്തണമെങ്കിൽ അതെവിടെയാണ്? ഗുരുകുലത്തിലാണെങ്കിൽ അതായത് രണ്ട് വിധത്തിൽ ഗുരുകുലം വരെ. ഒന്ന്, ഈ സമാവർത്തനത്തിന് മുന്നേ സാമാന്യ ശാസ്ത്രം പഠിക്കാനായിട്ട്, അതായത് അവിടെ ഏത് വിധിയാണ് കയറി വരുന്നത്? സാധ്വായോ അധ്യേതവ്യ എന്നുള്ള വിധിക്കനുസരിച്ച് മാണവകനെ 12 വർഷം ഗുരുകുലത്തിൽ കൊടുത്ത് ചേർക്കുന്നുണ്ട്. അവന്റെ സമാവർത്തനം വരെ അവന് അവിടെ ഭിക്ഷയാചിക്കാം. അവൻ സ്നാതകനായി കഴിഞ്ഞാൽ, സമാവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭിക്ഷയാചിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അടുത്ത പേജിൽ അവൻ കയറി എടുക്കും. ठीक സ്നാത്വാന ഭിക്ഷ എന്ന് പറയും. കുളിച്ചിട്ട് ഭിക്ഷ യാചിക്കാൻ പാടില്ല. അപ്പൊ കുളിക്കുന്നതിന് മുന്നേ പോയിട്ട് ഭിക്ഷ യാചിക്കാന്ന് പറഞ്ഞാൽ ഈ സമാവർത്തന കാലമാണ് പറഞ്ഞത്, അല്ലാതെ ഇവിടുത്തെ കുളിയില്ലായ്മ അല്ലത്. ഗൃഹസ്ഥനൊഴികെ മറ്റെല്ലാവരും ഭിക്ഷയിലാണ് ജീവിച്ചു പോകുന്നത്. ഇന്ന് ഈ കാലത്ത് എല്ലാവരും ഭിക്ഷ എടുക്കാൻ പോയിരുന്നെങ്കിൽ ഗൃഹസ്ഥന് സ്ഥിതി എന്തായിരിക്കും? കാലത്തിന്റെ വൈജാത്യം കൊണ്ട് പലതും ക്രോഡീകരിച്ച് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പം പറയുന്നത് വേദാന്ത വേദ്യം, വേദാന്തം മാത്രം പ്രമാണമായിരിക്കുന്നതാണ് എന്ത്? നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിരിക്കുന്ന ബ്രഹ്മ. ഔപനിഷതം പുരുഷൻ പൃച്ഛാമി എന്നാണ് ചോദിക്കുന്നത്. ഉപനിഷത്ത് പ്രതിപാദ്യമായിരിക്കുന്ന പുരുഷനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പുരുഷൻ വേറെ എവിടെയില്ല, ലോകപ്രസിദ്ധമല്ല. അശനായ അതീതം, അശന അശുദ്ധം ഇച്ഛ അശനായ, കഴിക്കാനുള്ള ഇച്ഛ, വിശപ്പ് എന്നർത്ഥം. പാതുമിച്ഛ പിപാസ, അശനായ പിപാസാഭ്യാം രഹിത എന്നർത്ഥം. അശനായ അതീത, വിശപ്പും ദാഹമില്ലാത്ത ആത്മാവേര ഏതാ? ശുദ്ധചൈതന്യം എന്നർത്ഥം. വിശപ്പും ദാഹവും ആരുടെ ധർമ്മമാ? വിശപ്പും ദാഹവും പ്രാണന്റെ ധർമ്മമാണ്. ഈ പ്രാണന്റെ ധർമ്മങ്ങൾ എങ്ങോട്ട് ആരോപിക്കുന്ന? ചേതനിലേക്ക്. എന്തുകൊണ്ട്? പ്രാണനും ആത്മാവും തമ്മിൽ താതാത്മ്യ അധ്യാസം നടന്നു. ധർമ്മികൾ തമ്മിലുള്ള താതാത്മ്യ അധ്യാസം നടന്നു കഴിഞ്ഞാൽ ധർമ്മങ്ങളുടെയും അധ്യാസം മറ്റു ധർമ്മിയിലേക്ക് കേൾക്കൂ. അപേത ബ്രഹ്മക്ഷത്രാദിഭേദം, അപേതം എന്ന് പറയുന്ന രഹിതം. നിങ്ങൾക്ക് ബൃഹദാരണ്യത്ത് കാണാം. യോ അന്യത്ര ആത്മന ബ്രഹ്മവേദ ബ്രഹ്മദംബരാധാത്, അന്യത്ര ആത്മന ക്ഷത്രം വേദ ക്ഷത്രം ദംബരാധാത്, അന്യത്ര ആത്മന സർവം വേദ സർവം ദംബരാധാത്. അതായത് തന്നെ ജാതിവിശിഷ്ടമായിട്ട് കാണുകയാണെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത്. ജാതിവിശിഷ്ടം മാത്രമായിട്ടല്ല, സ്ത്രീ പുരുഷ ഭേദവിശിഷ്ടമായിട്ടും ദേശവിശിഷ്ടമായിട്ടും എന്ന് പറഞ്ഞാൽ കേവല ബ്രഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉപാധി ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്നതാണ് എന്ന് മഹിമയോ ഗരിമയോ നീചത്വമോ എന്ത് മാനിച്ചാൽ പോലും പണിയാണ്. കാരണം കേവല ബ്രഹ്മത്തിൽ അങ്ങനത്തെ ഒരു സംബന്ധമില്ല.
ഇതാണ് പറയുന്നത്, ഈ ബ്രഹ്മക്ഷത്രാദി ഭാവരഹിതനായിരിക്കുന്ന അസംസാരി ആത്മതത്വം. സംസാരിയാണ് ആര്? ജീവൻ. അസംസാരിയാണ് ആര്? പരമാത്മ. ഈ പരമാത്മതത്വത്തെ, പരമാത്മതത്വം അധികാരേ ന ഇങ്ങോട്ട് കൊണ്ടുക, ന അപേക്ഷതേ, അധികാരത്തിൽ എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ അധികാരത്തിൽ ഈ ഒരു ആത്മതത്വം അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഈ ഒരു ആത്മതത്വത്തിന്റെ ജ്ഞാനം കർമ്മത്തിന് അപേക്ഷയില്ല. മാത്രല്ല അനുപയോഗാ, അതന്നെ ഉപയോഗമില്ല അവിടെ. മാത്രല്ല അധികാര വിരോധാച്ച, അധികാരത്തിന് വിരോധമാണ് ഈ ജ്ഞാനം. അതെന്തുകൊണ്ടാ? കർത്തൃത്വം ഉണ്ടെങ്കിലേ കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കർത്തൃത്വ ബുദ്ധിയുടെ നാശകനാണ് ആത്മൈക്യജ്ഞാനം. കേവല നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടായാൽ അജ്ഞാനം നഷ്ടപ്പെടുന്നത് കൊണ്ട്, അജ്ഞാന കാര്യമായിരിക്കുന്ന കർത്തൃത്വം നഷ്ടപ്പെട്ടാൽ ആ അറിവുള്ളവൻ ഒരിക്കലും കർമ്മത്തിന് ഉതകത്തില്ല. ठीक നോക്ക്, ക്ഷുത്പിപാസാദിഗ്രസ്തോ ജാതി വിശേഷവാൻ അഹം സംസാരീതി ജ്ഞാനം കർമ്മണ്യപേക്ഷിതം തദ് വിപരീതം ആത്മതത്വജ്ഞാനം. ക്ഷുത്പിപാസാദിഗ്രസ്തോ, ക്ഷുത് വിശപ്പ്, പിപാസ ദാഹം ഇത്യാദികളാൽ ഗ്രസ്തനാണ്, പിടിക്കപ്പെട്ടവനാണ്. ആര്? ഞാൻ. എനിക്ക് വിശപ്പ് ദാഹം ഉണ്ട് എന്നുള്ള ബോധമുള്ളവനും, ജാതി വിശേഷവാൻ, ജാതിബോധം ഇല്ലെങ്കിൽ കർമ്മത്തിൽ അധികാരിയാവത്തില്ല. നിങ്ങൾ അടുത്ത ഇതിൽ പറയും, ബ്രാഹ്മണോ യചേത, ബൃഹസ്പതി ശ്രേയന ബ്രാഹ്മണോ യചേത, വൈശ്യസ്തോമേന വൈശ്യ. പിന്നെ അതായത് യാഗത്തിൽ തന്നെ ചില യാഗങ്ങൾ ജാതി വിശിഷ്ടമായിട്ടും പറഞ്ഞു കളി. ഇപ്പം രാജസൂയേന രാജസൂയേന യജേത എന്ന് പറയുന്ന സ്ഥലത്ത് രാജസൂയ യാഗത്തില് മുഖ്യമായിട്ടിരിക്കുന്ന രാജാവാണ്. അവിടെ ക്ഷത്രിയ രാജ പൊക്കത്തും താഴെ ഇരുന്നിട്ടുമാണ് വൈദികൻ കർമ്മോച്ചാരണം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് ഓരോ കർമ്മത്തില്, ചില കർമ്മങ്ങളിൽ കേട്ടോ, സാമാന്യ അഗ്നിഹോത്രാദികളിലല്ല, അവിടെ ഈ ഒരു സ്ഥലത്ത് മുഖ്യനും, അതായത് കർമ്മിയായിട്ട് പണ്ഡിറ്റായിട്ടിരുന്നിട്ട് മുഖ്യനാവേണ്ട ബ്രാഹ്മണൻ അവിടെ ഗൗണമായിട്ട് മാറും. അതേപോലെ വൈശ്യസ്തോമത്തിൽ മുഖ്യൻ വൈശ്യനായി മാറും. ഇങ്ങനെയുണ്ട് കർമ്മസ്ഥലത്ത് വിധാനം. അപ്പോൾ ജാതിബോധം ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മത്തിൽ അധികാരിയാവത്തുള്ളൂ. കർമ്മം എത്ര കാര്യങ്ങളാൽ സമ്പന്നമാണ്? 5 കാര്യങ്ങൾ. 5 കാര്യങ്ങൾ. ഇത് പങ്ക്തെന്ന് പറയും കർമ്മത്തെ. ഏതൊക്കെയാണത്? യജമാനൻ, പുത്രൻ, ഭാര്യ, വിത്തം, 2 വിത്തം, മനുഷ്യം വിത്തം, ദൈവം വിത്തം. ഇങ്ങനെ 5 എണ്ണമായി. ठीक അവിടെ തന്നെ ഇനി ഋത്തിക്ക് വരും. 4 16 ഋത്തിക്കൾ വെച്ചിട്ടും കർമ്മം വരും അവിടെ. നമുക്കത് മുണ്ടകത്തിൽ കാണാം. ഇനി നമ്മള് ജാതി വിശേഷവാൻ അഹം, ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടതാണ് എന്ന് ബോധം. അത്രയും പോരാ, കുറെ കാരണങ്ങൾ ഇത് ഇവിടെ വരണം. കുറച്ച് മാത്രം ഇവിടെ ചേർത്തിട്ടുള്ളൂ. അഹം സംസാരീതി ജ്ഞാനം കർമ്മണ്യപേക്ഷിതം, ഞാൻ സംസാരിയാണെന്നുള്ള ബോധമാണ് കർമ്മത്തിൽ അപേക്ഷിക്കുന്നത്. ഞാൻ സംസാരി എന്ന് എപ്പോഴും പറഞ്ഞു കിടക്കണ്ടല്ലേ. അതായത് ബ്രഹ്മബോധം ഇല്ലാത്തവൻ എല്ലാറ്റിലും സംസാരി ബോധം ഉണ്ടെന്നുള്ളതാണ്. അത്ര മതി. തത് വിപരീതം, ഈ കർത്തൃത്വാദി ബുദ്ധിയിൽ വിപരീതമാണ് എന്ത്? നിത്യശുദ്ധ ബുദ്ധമുക്തന്റെ ജ്ഞാനം. ആ ജ്ഞാനം വിപരീതം ആത്മതത്വജ്ഞാനം, വിപരീതമായിരിക്കുന്ന ആത്മതത്വത്തിന്റെ ജ്ഞാനം കർമ്മത്തിൽ അപേക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട്? അനുപയോഗാത് പ്രവൃത്തി ബാധാചേത്യർത്ഥ, കർമ്മം ചെയ്യാൻ ഉപയോഗമില്ല. മാത്രമല്ല പ്രവൃത്തി കർമ്മത്തെ ബാധിക്കുകയും ചെയ്യും ഈ ജ്ഞാനം. ശാസ്ത്രീയ കർമ്മണോ അധ്യാസജന്യത്തെ നിഗമേതി, ശാസ്ത്രീയ കർമ്മം പോലും അധ്യാസജന്യമാണെന്ന് നിശ്ചയിക്കുകയാണ് അവസാനം. അപ്പൊ എന്ത് പറ്റും? നിങ്ങളുടെ അനുമാനം, പൂർവ്വ അനുമാനം എന്താ? സർവ ക്രിയകളും അധ്യാസജന്യമാകുന്നു. ഇവിടെ വന്നത് വിവേകികൾ പോലും അധ്യാസവാനാണെന്നാണ് ഒരു അനുമാനം വന്നത്, അല്ലെ? പിന്നെ ഇത് അവിടെ അനുമാനം ഉണ്ടോ? എവിടെയെങ്കിലും എഴുതി വന്നിട്ടുണ്ട് വ്യവഹാരവത്വാൻ? വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾ ചിന്തിക്കുക. സർവേ വ്യവഹാരാഹ അധ്യാസവന്തഃ വ്യവഹാരവത്വാൻ പശു വ്യവഹാരവത്. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അനുമാനം. അല്ല, വിവേകിനഃ അധ്യാസവന്തഃ വ്യവഹാരവത്വാദ് എന്നല്ല പറഞ്ഞില്ലേ? സ്ഥലം വേറെയാണ്. ബുദ്ധിക്ക് വിവേകിനോ എന്നുള്ളതാണ് പക്ഷം. ഈ വ്യവഹാരത്തെ പക്ഷാക്കണ്ടിട്ടാ ചോദിച്ചത്. രണ്ടായാലും കൊള്ളാം. വിവേകിനോ വ്യവഹാര എന്ന് ഉണ്ടാക്കിയാൽ പോലും പ്രശ്നമല്ല. വ്യവഹാര അധ്യാസകാര്യ, അധ്യാസകാര്യത്വം സാധ്യമായി മാറും. വ്യവഹാരവത്വാൽ പശു വ്യവഹാരവത്, പശു വ്യവഹാരത്തില് വ്യവഹാരവത്വം വ്യവഹാരമല്ല, പശുവത് മതി. പശുവത്
പശുവിൽ എന്തിരിക്കും? വ്യവഹാരം ഒത്തിരിക്കും. എത്ര അല്ലെങ്കിൽ പശു വ്യവഹാരം എഴുതിയാൽ മതി. പശു വ്യവഹാരം അപ്പൊ പശു വ്യവഹാരമാവും നിങ്ങളുടെ ദൃഷ്ടാന്തം. അവിടെ വ്യവഹാരത്വം എന്നുള്ള ഹേതു ഇരിക്കും. വ്യവഹാരത്വം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അധ്യാസകാര്യത്വം സിദ്ധിക്കുകയും ചെയ്യും. എത്ര വ്യവഹാരം അത്ര അധ്യാസകാര്യത്വം വ്യാപ്തി കിട്ടിയാൽ മതി. നിങ്ങൾ ഭാഷ്യം കണ്ടോ? പ്രാക്ച തഥാഭൂത ആത്മവിജ്ഞാനാത് പ്രവർത്തമാനം ശാസ്ത്രം അവിദ്യാവത് വിഷയത്വം ന അതിവർത്തതേ. ഈ പദച്ഛേദം നടത്തിയ ആദ്യത്തെ ശ്രീനേച്ചി പദച്ഛേദം നടത്തിയ പ്രാക് തഥാഭൂത ആത്മ. പ്രാക്നെ കാണുന്നുള്ളൂ. പ്രാക് തഥാഭൂതാത്മ. പ്രാക് ച തഥാഭൂത ഒന്നിച്ചാണ്. ആത്മവിജ്ഞാനാത് പ്രാക് ച ഉണ്ട് അവിടെ. പ്രാക് ച തഥാഭൂത ആത്മവിജ്ഞാനാത്. തഥാഭൂത ആത്മവിജ്ഞാനാത് പ്രാക്. എങ്ങനെ ഇരിക്കുന്ന ആത്മവിജ്ഞാനം? അശനായത് അതീതം, അഭേദ ബ്രഹ്മക്ഷത്രാദി ഭേദം. ഭേദം എന്ന് പറഞ്ഞാൽ വിശേഷനാണ്. ബ്രഹ്മക്ഷത്രാദി ഭേദജ്ഞാനം ഇല്ലാതിരിക്കുക. അപ്പോൾ നിത്യശുദ്ധമുക്തന്റെ ജ്ഞാനം, ഈ ജ്ഞാനത്തിന് മുന്നേ പ്രാച്യ തഥാഭൂത ആത്മവിജ്ഞാനാത് പ്രവർത്തമാനം ശാസ്ത്രം, പ്രവർത്തിക്കുന്ന ശാസ്ത്രം. ഏത്? വൈദികമായിരിക്കുന്ന കർമ്മ ശാസ്ത്രം. അവിദ്യാവത് വിഷയത്വനാധിവർത്തതേ. അവിദ്യാവത് വിഷയത്വത്തെ മറികടക്കുന്നില്ല. ഇവിടെ അവിദ്യാവത് വിഷയത്വത്തിന്റെ അർത്ഥം എന്താ? അധ്യാസവത് വിഷയത്വം. അവിദ്യാവത് വിഷയത്വനാധിവർത്തതേ. അധ്യാസവത് വിഷയത്വത്തെ മറികടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ വ്യവഹാരവും, ആത്മജ്ഞാനത്തിന് മുന്നേ നടക്കുന്ന എല്ലാ വ്യവഹാരവും ആധ്യാസികം മാത്രമാവുന്നു. അധ്യാസമില്ലാതെ വ്യവഹാരം നടക്കത്തില്ല. ടീക്ക അധ്യാസേ ആഗമം പ്രമാണയതി. അധ്യാസത്തിന്റെ കാര്യത്തിൽ ആഗമം വൈദിക പ്രമാണം കൊടുക്കുകയാണ്. ആഗമം നിഗമം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അവിടെയുള്ള ആഗമല്ല കേട്ടോ. നമ്മൾക്ക് ആ ആഗമ നിയമ സമ്പ്രദായമായിട്ട് നമുക്ക് ബന്ധമില്ല. ഇത് ആഗമം എന്നുള്ള ഉദ്ദേശിച്ചത് വേദം എന്ന അർത്ഥമാണ്. ഇനി ഭാഷ്യം കാണും. തഥാഹി ബ്രാഹ്മണോ യജേത രാജസൂയേന യജേത. ഇങ്ങനെ കുറെ ഭാഗങ്ങൾ വരും. വൈശ്യസ്തോമേന വൈശ്യ. ഇവിടെ എന്ത് പറയുന്നുണ്ട്? ജാതി വിശിഷ്ടമായിട്ടാണ് ഓരോരോ കർമ്മവിധാനം നടത്തുന്നത്. ഇനി പിന്നെ കാണാം ഗൃഹസ്ഥ സദൃശി ഭാര്യാം വിന്ദേ ഉപേയാത്. കുല വർണ്ണ മഹിമയ്ക്കനുസരിച്ച് സ്വന്തം കുലത്തിനനുസരിച്ചിരിക്കുന്ന ഭാര്യയെ നേടൂ. പിന്നെ ജാതപുത്ര കൃഷ്ണകേശാഗ്നി മാധദീത. വയസ്സ്. ഈ ഭാഷ്യം കണ്ടു. എന്നിട്ട് ബാക്കി സംസാരിക്കാം. ബ്രാഹ്മണോ യജേത ഇത്യാദീനി ശാസ്ത്രാണി ആത്മനി വർണ്ണ ആശ്രമ വയോ അവസ്ഥാദി വിശേഷ അധ്യാസം ആശ്രിത്യ പ്രവർത്തന്തേ. ആത്മനി തന്നിൽ, ജീവനിൽ വർണ്ണത്തെ ആശ്രയിച്ചിട്ട്, ആശ്രമത്തെ ആശ്രയിച്ചിട്ട്, വയസ്സിനെ ആശ്രയിച്ചിട്ട്, അവസ്ഥയെ ആശ്രയിച്ചിട്ട്, അതെങ്ങനെ? അവസ്ഥാദി വിശേഷ അധ്യാസമാശ്രിത്യ. ആത്മാവിൽ വർണ്ണമില്ലേ, ആശ്രമമില്ലേ, വയസ്സില്ലേ, അവസ്ഥയില്ലേ? ഒന്നുമില്ല. പക്ഷെ ഇവയുടെയൊക്കെ അധ്യാസം നടക്കുന്നുണ്ട്. അവസ്ഥാദി വിശേഷത്തെ അധ്യാസം നടത്തിക്കൊണ്ട്, അധ്യാസം ആശ്രിത്യ, അധ്യാസത്തെ ആശ്രയിച്ചിട്ട്, കിം പ്രവർത്തന്തേ ശാസ്ത്രാണി പ്രവർത്തന്തേ. എങ്ങനെ ഇരിക്കുന്ന ശാസ്ത്രങ്ങളാണ്? ബ്രാഹ്മണോ യജേത. ബ്രാഹ്മണോ യജേത എന്നുള്ള സ്ഥലത്ത് വർണ്ണം, രാജശ്രീയേന യജേത എന്നുള്ള സ്ഥലത്തും വർണ്ണം, വൈശ്യസ്തോമേന വൈശ്യ എന്നുള്ള സ്ഥലത്തും വർണ്ണം. പിന്നെന്താ ഉള്ളത്? ആശ്രമം. ഗൃഹസ്ഥ സദൃശ്യം ഭാര്യ ഉപയാത് എന്നുള്ളത് ആശ്രമം. വർണ്ണ ആശ്രമത്തിനനുസരിച്ച് വിഹിതങ്ങളാണ് കർമ്മങ്ങൾ എന്നല്ല ഗീതയിൽ പറയുന്നത്. അത് മാത്രമല്ല, ഇനി ഇഷ്ടം പോലെ കാര്യം അതിൽ വെക്കാൻ പറ്റൂ. അതേപോലെ തന്നെ നവൈസ്നാത്വ ഭിക്ഷേത. സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭിക്ഷ യാചിക്കരുത് എന്ന് പറഞ്ഞാൽ സമാവർത്തനം. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ കയറി കഴിഞ്ഞാൽ സ്നാതകോത്തര വിദ്യാലയം എന്നൊക്കെ കാണാം. നമ്മൾക്ക് ഇവിടെ അങ്ങോട്ട് പ്രയോഗം നടത്താറില്ല. സ്നാതകനായി കഴിഞ്ഞു അതിനുശേഷമുള്ളതാണത്. അതേപോലെ അഷ്ടവർഷം ബ്രാഹ്മണ ഉപനീത തം അധ്യാപയേത, ഷോഡശവർഷം രാജന്യ ഉപനീത തം അധ്യാപയേത എന്ന് വയസ്സിനനുസരിച്ച് വിധാനമുണ്ട്. കൃഷ്ണകേശു അഗ്നിമാധതീത എന്ന് പറഞ്ഞാല് ജാതപുത്ര, അത് അവസ്ഥയാണ്.
ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥാവിശേഷം, വർണ്ണവിശേഷം, ആശ്രമവിശേഷം, വയോവിശേഷത്തെ അധ്യസിച്ചിട്ട് മാത്രമാണ് വൈദികമായിരിക്കുന്ന കർമ്മങ്ങൾ വിധാനം നടത്തിയിരിക്കുന്നത് ബ്രാഹ്മണോചിത ഇത്യാദി സ്ഥലങ്ങളിൽ എന്നാണ് അർത്ഥം. ठीक നോക്ക്. യഥാ പ്രത്യക്ഷ അനുമാന അർത്ഥാപത്തയോ അധ്യാസ്യ പ്രമാണം തഥ ആഗമോപി ഇത്യർത്ഥഃ. തഥാഹി എന്നുള്ള സ്ഥലത്ത് വിശദീകരിച്ചാണ്. എപ്രകാരം പ്രത്യക്ഷം, അനുമാനം ഇവയൊക്കെ തന്നെ അധ്യാസത്തിന് പ്രമാണങ്ങളാകുന്നുവോ. പ്രത്യക്ഷം കാണിച്ചല്ലോ, എങ്ങനെ? സാക്ഷി പ്രത്യക്ഷമാണ് എന്ന് പറഞ്ഞു. പിന്നെന്താ ഉള്ളത്? അനുമാനം കാണിച്ചു. അതിനുശേഷമാണ് ആഗമവും കാണിക്കുന്നത്. അധ്യാസം കാര്യമാണ്, വ്യവഹാരം എന്നുള്ളത്. അധ്യാസത്തിന് പ്രമാണം കാണിക്കുകയാണ്. അധ്യാസത്തിന് പ്രമാണം മതി. വ്യവഹാരത്തിന് കാരണമാണ് അധ്യാസത്തിന് പ്രമാണിക്കുക. അത് അനുമാന പ്രമാണം വെക്കുകയാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല, അധ്യാസത്തെ എടുത്ത് കാണിക്കുകയാണ്. ഇനി അവിടെ കാണിച്ച വർണ്ണാശ്രമങ്ങളെ വിശദീകരിക്കാൻ ടീക്കയില് ബ്രാഹ്മണോ യചേത നവൈ സ്നാത്വ ഭിക്ഷേത. സ്നാനാനന്തരം എന്ന ഉദ്ദേശം എന്താണ്? സമാവർത്തനത്തിന് ശേഷം നടത്തും. 12 വർഷം കഴിഞ്ഞ് അവന് സമാവർത്തനം നടത്തും. സമാവർത്തനം അതായത് അധ്യയനം തീരുമ്പോഴേക്കും ആണ് നിങ്ങളുടെ ഇതിപ്പം ഇവിടുത്തെ സൂത്രത്തെ ആദ്യ സൂത്രം എന്താണ്? ഒന്നാം സൂത്രം ബ്രഹ്മസൂത്രത്തില് 550 സൂത്രത്തിലെ ഒന്നാം സൂത്രം എന്താ? അതുപോലും അഥാതോ ബ്രഹ്മജിജ്ഞാസ. ജൈമിനി സൂത്രം തുടങ്ങുന്നത് എങ്ങനെയാ? അഥാതോ ധർമ്മജിജ്ഞാസ. അഥാതോ ധർമ്മജിജ്ഞാസ. അതായത് അധ്യയനം തീർന്നു, സമാവർത്തന സമയത്താണ് നിക്ക് പോകല്ലേ നിക്ക് എന്ന് പറയുന്നത്. പിന്നെ എന്ത് വരുന്നത്? അഥാതോ ധർമ്മജിജ്ഞാസ അവിടെ തുടങ്ങും. അവനെ അതായത് പഠിച്ചു കഴിഞ്ഞാൽ ശരിക്ക് വേദം ചൊല്ലാൻ വേണ്ടി പഠിച്ചിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് വിധി. നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഭാഗം തൈത്തരീയ ഉപനിഷത്തിൽ പറയും. ആചാര്യ സ്പഷ്ടമാക്കുന്നുണ്ട്. അതിന്റെ ദേവതയും കർമ്മകാണ്ഡം മൊത്തം പഠിക്കാതെ പുറത്തിറങ്ങരുത്. തോറ്റം പാടാനായിട്ട് മാത്രമല്ല ഈ പുറത്തിറങ്ങുന്നത്. നിങ്ങൾ കാശികളുടെ ഗല്ലിയിലൂടെ കഴിഞ്ഞാൽ അടിക്കാൻ തുടങ്ങും. ഇത് എങ്ങോട്ട് ഏത് ഭാഗത്തേക്ക് തിരിയണം എന്നുള്ളത് ഒരുത്തൻ തെക്കടിക്കുന്ന ഒരുത്തൻ വടക്കടിക്കുന്നുണ്ടാവും. ഇത്രയ്ക്ക് ഇന്ന് സംഭവമുള്ളൂ. പക്ഷെ ഇത് പ്രദർശിപ്പിക്കാനായിട്ട് കാശിയിൽ ഗല്ലി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ സ്ഥിതി അറിയത്തില്ല. ഒന്ന് നോക്കിയോ. അഷ്ടവർഷം ബ്രാഹ്മണോപനീത കൃഷ്ണകേശു. ഇതിന്റെ തുടക്കം വേണ്ടത് ജാതപുത്ര, പുത്രൻ ജനിച്ച, അതായത് ഗുരുകുലത്തിൽ തിരിച്ചു വന്ന് ശരിക്കും വേണ്ടത് അധ്യയനം തീർന്ന ശേഷമാണ് എന്ത് വരേണ്ടത്? അഥാതോ ധർമ്മജിജ്ഞാസ. അഥാതോ ധർമ്മജിജ്ഞാസയിലൂടെ അവന്റെ ജൈമിനി സൂത്രങ്ങളിലൂടെ മൊത്തം ജൈമിനി സൂത്രങ്ങളെയും 1000 സൂത്രവും പഠിച്ചെടുത്ത് മാത്രമാണ് പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങി 25 വയസ്സിൽ വീട്ടിലെത്തി. അവിടെയാണ് അതിന്റെ വിവാഹത്തിന്റെ സമയമായി. പിന്നെ 25 മുതൽ 50 വർഷമാണ് എന്ത്? ഗാർഹസ്ഥ്യാശ്രമം. 50 കഴിഞ്ഞവരെ നിർബന്ധിച്ച് പിരിച്ചുവിടണം. അങ്ങോട്ടേക്ക്? വാനപ്രസ്ഥന്മാരിലേക്ക്. 75 വയസ്സ് വരെ വാനപ്രസ്ഥം. അത് കഴിഞ്ഞാലോ സന്യാസം. ഇതിനെയാണ് നമ്മൾ ക്രമസന്യാസം എന്ന് പറയുന്നത്. ഈ ക്രമസന്യാസത്തെ കലികാലത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. അശ്വാലംബം ഗവാലംബം സന്യാസം പല പൈതൃകം ദേവരണ സുതോത്പത്തിയും കലവ് പഞ്ച വിവർജയത്. ഇത് നാരദ പുരാണത്തിലെ മറ്റും വരുന്ന വാക്യാണ്. അപ്പോൾ അവിടെ സന്യാസത്തെ നിഷേധിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത് അത് സ്മൃതിയാണ്. പക്ഷെ സന്യാസത്തെ വിധിച്ചത് ശ്രുതിയില്ല. ശ്രുതിയും സ്മൃതിയും വെച്ച് കഴിഞ്ഞാൽ ശ്രുതി പ്രബലമാവും. പക്ഷേ അങ്ങനെയാണെങ്കിൽ തീർത്തും സ്മൃതി അർത്ഥം നഷ്ടപ്പെട്ടു പോകൂലേ? അന്നപ്പോഴാണ് രണ്ടും കൂടി ചേർത്തിട്ട് ഈ ക്രമസന്യാസത്തിന് ശേഷം ജാപാലോപനിഷത്തിൽ പറയുന്നുണ്ട്, യഥിവാ ഇതരത ബ്രഹ്മചര്യാദേവ പ്രവർജേ ഗൃഹാതുവാ വനാതുവാൻ. അല്ലെങ്കിൽ മറിച്ച് ഈ രീതിയും പറ്റുന്നു. എന്ത്? ബ്രഹ്മചര്യ കാലത്ത് തന്നെ സന്യസിക്കാം, അല്ലെങ്കിൽ ഗൃഹസ്ഥനായിട്ടും മറന്നുപോയിട്ടുണ്ടെങ്കിൽ വാനപ്രസ്ഥനായിരിക്കുമ്പോൾ നടത്തും. ശരി. അല്ലാതെ 75 കഴിഞ്ഞിട്ടുള്ള ക്രമസന്യാസത്തെ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് പറയും ക്രമസന്യാസം കലികാലത്ത് പാടില്ല, അക്രമസന്യാസം പാടില്ല. അക്രമസന്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ക്രമമില്ലാത്ത സന്യാസം. ഇതിനാണ്, അതായത് വൈരാഗ്യപൂർവമായിരിക്കും സന്യാസത്തെയാണ് കലികാലത്ത് മാനിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തി ആഗമോ ബ്രാഹ്മണാദി പദേർ അധികാരിണം വർണ്ണാദി അഭിമാനിനം അനുവദൻ അധ്യാസം ഗമയതീത്യർത്ഥ. ഈ ശാസ്ത്രം പോലും ബ്രാഹ്മണ യജത ഇത്യാദി സ്ഥലങ്ങളില് ശാസ്ത്രം ഏതിനെ വിധിക്കുന്നത്? കർമ്മത്തെ വിധിക്കുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം, അധ്യാസത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം വിധിക്കുന്നത്. കാരണം
വർണ്ണാശ്രമാദികൾ ഒന്നും എവിടെ ഇല്ല? ആത്മാവിലില്ല. ശാസ്ത്രമായിരിക്കട്ടെ ഇവിടെ ഇപ്പോൾ വർണ്ണാശ്രമാദികളെ മുൻനിർത്തിക്കൊണ്ടാണ് വിധിക്കുന്നത് എന്നുള്ളതിനാൽ അധ്യാസത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് ശാസ്ത്ര പ്രവൃത്തി നടന്നിരിക്കുന്നത് അർത്ഥം. ആകുമോ ബ്രാഹ്മണാദി പദേർ, ബ്രാഹ്മണാദി പദങ്ങളാൽ എന്ത് ചെയ്തു? അധികാരി എങ്ങനെയുള്ള അധികാരിയാ? വർണ്ണാദി അഭിമാനിനം, വർണ്ണ ആശ്രമം വയോ ആദി യുക്തനായിരിക്കുന്ന അധികാരിയെ അനുപദൻ. ഇവിടെ വിധാനം നടത്തുന്നില്ല ശ്രുതി. കാരണം ഈ ഒരു കാര്യം ലോകത്ത് പ്രസിദ്ധമാണ്. പ്രസിദ്ധമായിരിക്കുന്ന ഒരു കാര്യത്തെ ശ്രുതി പറയുമ്പോൾ അവിടെ അനുവാദം മാത്രമേ ആവത്തുള്ളൂ. അനുവാദ സ്ഥലത്ത് ശ്രുതി പ്രമാണമാകത്തില്ല. അനുവാദം നടത്തിയിട്ട് ശാസ്ത്ര വിധാനം നടത്തുമ്പോൾ വിധിക്കുന്ന കാര്യത്തിൽ പ്രമാണമാവും. ഈ വഴിയിലൂടെ അധ്യാസം ഗമയതി, അധ്യാസം സിദ്ധിക്കപ്പെടുന്നു എന്നർത്ഥം. ഏവം അധ്യാസേ പ്രമാണ സിദ്ധേപി കസ്യ പുത്ര അധ്യാസ ഇതി ജിജ്ഞാസായാം. അധ്യാസം പ്രാമാണികമായി അല്ലെ? അധ്യാസത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ വന്നു? ലക്ഷണം, ബാക്കി മുന്നോട്ട് പറഞ്ഞേ. ലക്ഷണം, പ്രമാണ, സംഭാവന. ലക്ഷണം, സംഭാവന, പ്രമാണം. എന്താണ്? ഏവം അധ്യാസേ പ്രമാണ സിദ്ധേപി കസ്യ പുത്ര അധ്യാസ. എവിടെ? ആരുടെ അധ്യാസം എവിടെ? ഈ കാര്യം നമ്മൾ തുടക്ക ക്ലാസ്സിൽ അങ്ങ് പറഞ്ഞിട്ടില്ല. 5ാം ക്ലാസ്സിലും മറ്റും നമ്മൾ അധ്യാസത്തെ നിരൂപണം നടത്തിയിരുന്നു. അത് എടുത്ത് കേൾക്കുക. ആ ഭാഗം കേട്ട് തയ്യാറായിക്കൂടാ. കസ്യ അധ്യാസ പുത്ര അധ്യാസ, ഏതിന്റെ അധ്യാസം, എവിടെ അധ്യാസം? ഇത് ജിജ്ഞാസായാം എന്നുള്ള കാര്യം അറിയാൻ ആഗ്രഹിക്കുമ്പോൾ തം ഉദാഹർത്തും ലക്ഷണം സ്മാരയതി, അതിനെ ഉദാഹരിക്കാനായിട്ട് മുമ്പ് പറഞ്ഞ ലക്ഷണത്തെ സ്മരിപ്പിക്കുകയാണ്. ഭാഷ്യം കാണു. അധ്യാസം നാമ, അധ്യാസം എന്ന് പറഞ്ഞാൽ അതസ്മിൻ തദ്ബുദ്ധിരിത്യവോചാമ ന തദിതി അതത്, തസ്മിൻ ന തദിതി അതത്, തത്തല്ലാത്ത വസ്തു, സർപ്പമല്ലാത്ത കയർ, അങ്ങനെ ഇരിക്കുന്ന കയറിൽ അതസ്മിൻ തദ്ബുദ്ധി, കയറിൽ, സർപ്പമല്ലാത്ത കയറിൽ കയറിന്റെ ബുദ്ധി ഉണ്ടാവുന്നു. ആത്മാവല്ലാത്ത അന്ധകരണാദികളിൽ അഹം എന്നുള്ള അഭിമാനം ഉണ്ടാവും. ഇതിനെയാണ് അധ്യാസം എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനിട്ടേക്ക് കാണും. ഉദാഹരതി, എവിടെ ഏത് അധ്യാസം എന്നുള്ളതിനെ ഉദാഹരിച്ച് കാണിക്കുകയാണ്. പരമ്പര പോവുകയാണ്. നമ്മളിത് കാര്യാധ്യാസത്തിൽ നിന്ന് പുറകോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഭാഷ്യം മാത്രം നോക്കിയാൽ പോയിക്കോ. തദ്യഥ, അതെപ്രകാരം എന്നാണെങ്കിൽ പുത്രഭാര്യാദിഷു വികലേഷു സകലേഷു വാ അഹമേവ വികലഃ സകലോ വേദി ബാഹ്യധർമാൻ ആത്മനി അധ്യസതി തഥാ ദേഹധർമാൻ. ഓമേട്ട് അതിന്റെ മുന്നേ, തഥാക്ക് മുന്നേ. സ്ഥൂലോഹം കൃശോഹം ഗൗരോഹം ദിഷ്ടാമി ഗച്ഛാമി ലംഘയാമി ചേതി തഥാ ഇന്ദ്രിയധർമാൻ മൂകഃ കാണഃ ക്ലീബഃ ബധിരഃ അന്ധോഹമിതി തഥാ അന്ധഃകരണധർമാൻ കാമഃ സങ്കല്പ വിചികിത്സ അധ്യവസായാദീൻ. ഏവം അഹം പ്രത്യയിനം അശേഷ സ്വപ്രചാര സാക്ഷിണി പ്രത്യേകാത്മനി അധ്യസ്യ തം ച പ്രത്യേകാത്മാനം സർവസാക്ഷിണം തദ്വിപരേണ അന്ധഃകരണാദിഷു അധ്യസ്യതി. ഇതാണ് നിങ്ങളുടെ അധ്യാസത്തിന്റെ മെയിൻ സ്ഥലം പറയേണ്ടത്. കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി കാരണാധ്യാസത്തിലെത്തിയിട്ട് ആത്മാനാത്മ അധ്യാസം കാണിച്ചിരിക്കുകയാണ്. ശരിക്കും വരുന്ന എവിടുന്നായിരിക്കും? ആത്മാനാത്മ അധ്യാസം നടന്നിട്ട് അന്ധഃകരണ അധ്യാസം, അഹങ്കാര അധ്യാസം, ഇന്ദ്രിയ അധ്യാസം, ഇങ്ങനെയാണ് പിറകോട്ട് വരേണ്ടത്. എന്നിട്ട് പുറമേയുള്ള അധ്യാസം വരത്തുള്ളൂ. ഇത് ആദ്യം പുറമേയുള്ള ബാഹ്യങ്ങളായിരിക്കുന്ന പുത്രമിത്രാദികളുടെ അധ്യാസം നടന്ന ശേഷം പിറകോട്ട് പോവുകയാണ്. അധ്യാസം ഒരു കീറാമുട്ടി സാധനമാണ്. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഉപനിഷത്തിൽ കൂടുതലില്ല. ഹയർ ടെക്സ്റ്റിലൊക്കെ ഇഷ്ടം പോലെ കയറി വരുന്ന ഒരു ഭാഗമാണത്. ഇതില്ലെങ്കിൽ വേദാന്തം ഒട്ടും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. നോക്കിയോ, ഈ അധ്യാസം കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ ഈ അധ്യാസ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അധ്യാസ ചർച്ചയൊന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് മറ്റ് ഹയർ ടെക്സ്റ്റ് പഠിക്കുന്ന നേരം മനസ്സിലാവും സാക്ഷി ആരാണ് പറയുന്ന. ഒന്ന് നമ്മള് സാക്ഷിയുടെ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി പറഞ്ഞു കൊടുക്കുമ്പോഴും സാക്ഷിയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അത് നല്ല ക്ലിയർ കട്ട് ഐഡിയ വേണം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ठीक है, അല്ലെങ്കിൽ വിചാരസ്ഥലം സമ്പന്നമാവുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഉപാസനയല്ല. ഞാനെന്തോ ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട്. ठीक है, നം ബുദ്ധിം മർഭയം ദൃഷ്ടോ ഘടതത്വസ്യ വേദിത ഉപമർദ്ദനാദി ചേത് ബുദ്ധിം ധ്യാതാസൗന്നത തത്വവിത് എന്ന് പറയും. അതായത് ബുദ്ധിയുടെ മർദ്ദനം ഇതൊന്നും ഓർപ്പെടുത്തണം. ഞാൻ ക്ലാസ്സിൽ ഇട്ടുതരാം. ठीक है, കാരണം ഇതിപ്പോ കേരളത്തിൽ മാത്രമല്ല, എവിടെ പോയിട്ടും ഈ ഒരു കാര്യം പറഞ്ഞ പിന്നെന്ന് പറയും. അതായത് ഒരുവിധ ആൾക്കാർക്കൊന്നും ഉപാസന എന്താണ്, വിചാരം എന്താണെന്നുള്ള തിരിച്ചറിവേ ഇല്ല. നമ്മൾ
വിചാരത്തെക്കുറിച്ച് പറഞ്ഞ് പുറത്തിറങ്ങിയ പറയും സ്വാമി പറഞ്ഞത് കേട്ടോ, ധ്യാനിക്കേണ്ടെന്നാ പറഞ്ഞത്. ഈ അങ്ങനത്തെ കഴുതകളാ മിക്കവാറും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മനസ്സിലാക്കാതെ നമ്മളൊക്കെ തലയിലിട്ടടിക്കുന്നിട്ട് ഞാനത് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. ഒരാവശ്യമില്ല ഇത് നമുക്കിട്ട് തിരിച്ചു പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് എവിടെ നിന്ന് മാറിപ്പോകുന്നു, ഉപാസന എന്താണ്, വിചാരം എന്താണെന്ന്. ഉപാസന സ്ഥലം എന്താണ്? ഒരു ഘടത്തെ അറിയുകയാണെങ്കിൽ അവിടെ ബുദ്ധിയുടെ മർദ്ദനമല്ല. ചക്ഷുരേന്ദ്രിയത്തിന് ഘടവുമായിട്ട് സംയോഗം നടന്നു കഴിഞ്ഞാൽ ഘടം അറിയപ്പെടും. മനസ്സിലായോ? അവിടെ ബുദ്ധിമർദ്ദനം നടക്കുന്നില്ല. ബുദ്ധിമർദ്ദനം നടക്കുന്നത് എവിടെയാ? ഉപാസനാ സ്ഥലമാണ്. എന്ന ബുദ്ധി മർദ്ദനം ദൃഷ്ടോ, ബുദ്ധിയുടെ മർദ്ദനം നടത്തിയതായിട്ട് കാണുന്നില്ല. ആരില്? ഘടതത്വസ്യ വേദിത, ഘടത്തെ അറിയുന്നവനിൽ ബുദ്ധിയുടെ മർദ്ദനം നടക്കുന്നില്ല. ബുദ്ധിയുടെ എപ്പോഴും പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഉപമർദ്ദനാദി ചെയ്ത് ബുദ്ധിയെ ഉപമർദ്ദനം നടത്തുന്നുണ്ടെങ്കിൽ ധ്യാദാസോ നതു തത്വവിത്, അവൻ ധ്യാനം നടത്തുന്നവനാണ്, അവൻ തത്വവിത്തല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ തത്വജ്ഞാനത്തിന് മെനക്കെടുന്ന ശ്രവണമനന നിധ്യാസന സ്ഥലം വേറെയാണ്. അവിടെ ബുദ്ധിമർദ്ദനം നടക്കുന്നത് എവിടെയാ? ഒരു വസ്തുവിലല്ല, വിചാരസ്ഥലത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനവധി ബുദ്ധി നടക്കുന്ന സ്ഥലമാണ് ശ്രവണമനന സ്ഥലം. അതിൽ നിന്നുരുത്തിരിയുന്ന ഒരു ബുദ്ധിയുടെ പ്രവാഹമാണ് നിധ്യാസന സ്ഥലം. അവിടെ പോലും ബുദ്ധിമർദ്ദനം നടക്കുന്നുണ്ട്. ബ്രഹ്മാകാര വൃത്തിയിലെത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമർദ്ദനമില്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.